വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി നിർദ്ദേശിക്കുന്ന ധനബില്ല് നിയമസഭ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ എന്ന കാര്യം UDF തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ബജറ്റിന്റെ പൊലിമ കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം കുറെ ആളുകൾ കൂടിയെന്ന് ഭരണപക്ഷത്തെ എതിർപ്പിനും മുഖ്യമന്ത്രിയുടെ കുത്ത. ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാൻ സർക്കാർ ഒളിച്ചു കടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. മദ്യത്തിന്റെ നികുതി ഫിനാൻസ് ബില്ലിൽ വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം കേരളം ഭരിച്ചത് എന്ന് പിണറായി വിജയന് മുഖ്യമന്ത്രിയുടെ പരിഹാസവും ഇന്ന് സഭയിൽ കേട്ടു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനാണ് UDFന്റെ അനുമതിയെങ്കിൽ നികുതി ബജറ്റിൽ നിർദ്ദേശിച്ചത് തന്നെ. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചില്ലെന്ന വിമർശനവുമായി ധനബില്ല് ചർച്ച ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ നിയമസഭ ധനബില്ല് പാസാക്കി. അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവരാരുമില്ല, അതുകൊണ്ട് ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. പക്ഷേ ധനബില്ല് പാസ്സായെങ്കിലും സർക്കാർ മദ്യത്തിന്റെ വിൽപ്പന അനുമതി ബെവ്കോയ്ക്ക് നൽകില്ല. UDFന്റെ നയപരമായ അനുമതിക്ക് ശേഷം മാത്രമെന്ന് സംശയങ്ങൾക്കിട നൽകാതെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആവർത്തിച്ചു. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്യണത്? ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അഴിമതിക്കായി കുറഞ്ഞ നികുതി നിശ്ചയിച്ചുവെന്ന് വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ നേരിട്ടും VM സുധീരൻ അടക്കമുള്ള ഭരണപക്ഷത്തുള്ളവരെ പരോക്ഷമായും മുഖ്യമന്ത്രി ഉന്നമിട്ടു. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. തന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ശ്രമിച്ചത് ഹോർട്ടി വൈനിന് വേണ്ടിയുള്ള നീക്കമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ന്യായീകരണം. LDF സർക്കാരിന്റെ കാലത്ത് ഹോർട്ടി വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതാണ്. കർഷകരുണ്ടാക്കുന്ന ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ ബക്കാടി കമ്പനിയായിട്ട് എന്തിനാ ചർച്ച നടത്തണം? ബക്കാടി കമ്പനി കർഷകരാണ്. ഇതോടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്കായി പിണറായി സർക്കാർ സ്വീകരിച്ച നടപടികളും ഫയൽ കുറിപ്പുകളും ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. ME ഗോവിന്ദന്റെ കുറിപ്പ് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. മദ്യനികുതി ധനബില്ലിൽ ഒളിച്ചു കടത്തിയെന്നായിരുന്നു സഭ ബഹിഷ്കരിക്കാനായി പ്രതിപക്ഷം ഉന്നയിച്ച വാദം. അതുകൊണ്ടാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിഷയം വിടാത്തതെന്നും പ്രതിപക്ഷം ആയുധമാക്കി. വീണ്ടും ഒരു ചർച്ചയിലേക്ക് നമ്മൾ വിശദമായിട്ട് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടോ? എന്തായിരുന്നു ഉന്നയിക്കപ്പെട്ട പ്രശ്നം? അതിനോട് യോജിച്ചു. പക്ഷെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നേതാവിനെ വെട്ടിലാക്കി. ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ഇതോടെ ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ട എന്ന നിലപാടെടുത്തത് അബദ്ധമായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരോക്ഷ സമ്മതം. ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. ധനബില്ല് സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടാത്തത് അവകാശ ലംഘനമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ ആരോപണം. പക്ഷെ അതും പൊളിഞ്ഞുപോയി. നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് സർ. അദ്ദേഹം ഏറ്റവും അവസാനം അവതരിപ്പിച്ച ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയിട്ടില്ല. ഇവിടെ വേവ് ചെയ്ത് പ്രതിപക്ഷത്തോട് മാത്രമല്ല ഭരണപക്ഷത്തെയും കണ്ണടച്ചുള്ള എതിർപ്പിനോട് സന്ധിയില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയായി ധനബില്ല് ചർച്ചയ്ക്കൊടുവിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ക്യാമറ MS വിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.